അങ്ങനെ KSRTC ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് മേയർ മൊഴി നൽകാൻ ഹാജരായത്. മൊഴിയെടുപ്പ് 45 മിനിറ്റോളം നീണ്ടിട്ടുണ്ട്. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കൂടെയുണ്ടായിരുന്നു. ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം. യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മേയറുടെ രഹസ്യമൊഴി എടുക്കണമെന്ന് മ്യൂസിയം പോലീസാണ് ആവശ്യപ്പെട്ടത്. ഏപ്രിൽ 28 രാത്രിയിലാണ് മേയറും ഭർത്താവും KSRTC ഡ്രൈവറുമായി വഴിയിൽ വെച്ച് വാക്പോരുണ്ടായത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായി മേയറും കുടുംബവും ആരോപിച്ചിരുന്നു. മേയർ ബസിനു കുറുകെ സീബ്രാൻഡ് ലൈനിൽ കയറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നതാണ്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുമ്പിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസിന് കുറുകെ നിർത്തുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. കാറിന് സൈഡ് തരാത്തതിനല്ല, അശ്ലീല ആംഗ്യം കാണിച്ചതിനാണ് ചോദ്യം ചെയ്തതെന്നാണ് മേയറുടെ വിശദീകരണമുണ്ടായത്. ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകുകയും ചെയ്തു. ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തില്ല. സംഭവം വിവാദമായതോടെയാണ് ഈ പരാതിയിൽ കേസെടുത്തത്. ഡ്രൈവർ യദു ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLAക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയുമാണ്. പ്രധാന തെളിവായ മെമ്മറി കാർഡും എടുത്തുകൊണ്ടുപോയെന്ന് ഇപ്പോഴും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. 2 മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടെന്നും GPS പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തുകയായിരുന്നു. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നു എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ പരാതിക്കാരിയുടെ മൊഴിയും സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ യദുവിനെ കുറ്റക്കാരനാക്കാനാണ് ഇപ്പോഴുള്ള നീക്കങ്ങൾ അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത്. മേയർക്കും മേയറുടെ ഭർത്താവിനുമെതിരെയുള്ള അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. അതിലൊരു നീക്കുപോക്കും അവർ നടത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, യദുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവർക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ സാധാരണക്കാരനായ തന്നെ എങ്ങനെയെങ്കിലും കുറ്റക്കാരനാക്കി ഉള്ള ജോലിയും കളഞ്ഞ് പുറത്തു ചാടിക്കാനാണ് ഇവരുടെ നീക്കം. എന്തുകൊണ്ടാണ് താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താത്തത്? മെമ്മറി കാർഡ് കാണാതെ പോയതുപോലും അതിന് പിന്നിൽ പോലും മേയറും സംഘവുമാണെന്നാണ് എന്തായാലും യദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മജിസ്ട്രേറ്റിന്റെ തീരുമാനം ഇനി നിർണായകമായിരിക്കും.